കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോട് മുതലക്കുളത്ത് തീപിടുത്തത്തിൽ ചായക്കട കത്തി നശിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് നിഗമനം. മുഹമ്മദ് ഷംസീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംസീർ, ഇത് ഇപ്പോഴുണ്ടായ അപകടമാണോ? എന്താണ് അപകടത്തിന്റെ വ്യാപ്തി? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ്? ജിൽസി, രാവിലെ 6:30 കൂടിയാണ് കോഴിക്കോട് നഗരത്തിലെ മുതലക്കുളത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിന് തീപിടിച്ചത്. ഈ ഹോട്ടൽ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഹോട്ടലിൽ ഉണ്ടായിരുന്ന 2 തൊഴിലാളികളിൽ ഒരാൾക്ക് സാരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിരൂർ സ്വദേശിയായ തൊഴിലാളിക്കാണ് പൊള്ളലേറ്റത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു എന്ന് വേണം പറയാൻ. കാരണം തൊട്ടടുത്ത് കടകളുള്ള മേഖല കൂടിയാണിത്. ഈ തീ പിടിച്ച ഹോട്ടലിന്റെ പിന്നിൽ തന്നെയാണ് TBS ബുക്ക് സ്റ്റാൾ, വലിയ ബുക്ക് സ്റ്റാളാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടൊന്നും തീ പടരാതെ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. ഇപ്പോൾ ഈ കടയുടെ തൊട്ടടുത്ത കട നടത്തുന്ന ആൾ എന്നോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? ഒരു 6:30 മണിക്ക് ഒരു ഗ്യാസും കുറ്റിയിൽ തീ പിടിച്ചിട്ട് ഗ്യാസിന് മറ്റേ അരുണാചൽ പ്രദേശത്ത് ആ ചങ്ങായി ഗ്യാസും കുറ്റി പുറത്തേക്ക് തട്ടിയിട്ടേ ചെയ്ത്. എന്നിട്ട് അതിങ്ങനെ തീ ഇങ്ങനെ കത്തി പിടിച്ചും കൊണ്ടിരിക്കുന്നു. ഓൻ ഓടിയതിന് ശേഷം തീ ഇങ്ങനെ കത്തിയും കൊണ്ടിരിക്കുക. അപ്പം തന്നെ നമ്മളെ പീടികയിൽ നമ്മളെ പീടികയിൽ ചായ കുടിക്കുന്ന ഉമ്മർ തോന്നുന്ന ഒരാൾ ഫയർ സർവീസിലേക്ക് ടെലിഫോൺ ചെയ്തു 2-3 പ്രാവശ്യം. അപ്പോൾ ആ നമ്പർ മാറിയിട്ട് എന്തായാലും വരാൻ നേരം വൈകി. ആദ്യം പോലീസുകാരാണ് വന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ നല്ലോണം പിടിച്ച് കടൻ്റെ ഉള്ളിലേക്ക് തീ പോയിന്. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഉള്ളിൽ നിന്ന് ഒരു ബംഗാളി പണിക്കാരൻ ഓടി വന്ന്. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു മലയാളി ഉള്ളിലുണ്ട് എന്നുള്ള. അപ്പോഴത്തേക്ക് ഫുള്ളായിട്ട് കട തീ തിന്നു. അതന്നെ. തൊട്ടടുത്ത കടകളിലേക്കൊന്നും വ്യാപിച്ചിട്ടില്ലല്ലോ അല്ലേ? അവിടെ പിടിച്ചിട്ടുണ്ട് വെച്ചാൽ കഷ്ടം. അവിടെ ഫുള്ളായിട്ട് വയറാണ്. നമ്മളെ കടക്ക് മാത്രം ലേശം ചെറിയൊരു ഇത് പറ്റിയെന്നല്ലാതെ അവിടുത്തെ ഇതും കുറച്ച് മുട്ടായി കുപ്പിക്കും പറ്റിയെന്നല്ലാതെ വേറെ ഒന്നും ആയിട്ടില്ല. അത് ഗ്യാസും കുറ്റി പൊട്ടി തെറിച്ചതാ. തീർച്ചയായും തൊട്ടടുത്ത കടകളിലേക്ക് വ്യാപിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ ഗ്ലാസ് ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് പൊട്ടിയ നിലയിൽ കൂടി കാണുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഏതായാലും വലിയൊരു അപകടത്തിലേക്ക് പോയില്ല എന്നത് ആശ്വാസകരമായി പങ്കുവയ്ക്കാം ജിൽസി. തീർച്ചയായും ഷംസീർ, എന്തായാലും വലിയൊരു അപകടത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരം. സംഭവ സ്ഥലത്ത് നിന്നാണ് മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകിയത്.